പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ബഹുമാന്യനും പ്രിയങ്കരനുമായ അധ്യക്ഷൻ ഈ മാധ്യമ സെമിനാറിന് സ്വാഭാവികമായും തുടക്കമിടും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. തോമസ് ഏട്ടൻ ഇപ്പോൾ പ്രത്യേകിച്ചും ദേശാഭിമാനിയുടെ മുഖ്യ ചുമതലക്കാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമരംഗത്തെ പ്രവണതകളെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ അദ്ദേഹത്തിന് സാധിക്കും, ഉത്തരവാദിത്വവുമുണ്ട്. തുടർന്നാണെങ്കിലും സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. CPIM 23ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കേരളത്തിൽ ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഈ ജില്ലാ സമ്മേളനങ്ങളുടെ ഭാഗമായി അതിന് തൊട്ടു മുൻപ് ഏരിയ സമ്മേളനങ്ങളുടെ അനുബന്ധമായി കേരളത്തിലെമ്പാടും നിരവധി സെമിനാറുകളാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വ്യത്യസ്തമായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ചുരുങ്ങിയത് 1000 സെമിനാറെങ്കിലും ഈ സമീപ നാളുകളിൽ നടന്നിട്ടുണ്ടാകും. മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും അതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുമുണ്ടാവും. ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ സമ്മേളനങ്ങളുടെ ഭാഗമായി സമൂഹത്തെ ബാധിക്കുന്ന സകല വിഷയങ്ങളെയും സംബന്ധിച്ച് ഇങ്ങനെ വിപുലമായ ചർച്ചകൾ, സംവാദങ്ങൾ, സെമിനാറുകൾ നടത്തുന്നത് സത്യത്തിൽ കേരളത്തിൽ ഒരു വലിയ വാർത്തയാവേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുൻകൈയിൽ ഇങ്ങനെയൊരു ജനകീയ സംവാദ വേദി കേരളത്തിൽ കണ്ടിട്ടില്ല. ഈ സെമിനാറിൽ പങ്കെടുക്കുന്നവർ ഒന്ന് ഓർത്തു നോക്കൂ. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ മുൻനിർത്തി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കപ്പെടുന്ന വിപുലമായ സെമിനാറുകൾ സംഘടിപ്പിച്ച അനുഭവം കോൺഗ്രസിൻ്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഭാഗത്ത് ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ അപൂർവമായിരിക്കും. ചിലപ്പോൾ അപൂർവങ്ങളിൽ തന്നെ അത്യപൂർവമായിരിക്കും. ഉണ്ടാവാനിടയില്ല. ഇത് ജനാധിപത്യ പ്രവർത്തനത്തിൻ്റെ ഒരു മുഖം കൂടിയാണ്. അത് പ്രത്യേകമായി നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ടതുമാണ്. ഇന്ന് മാധ്യമങ്ങളെ സംബന്ധിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള CPIM നേതാക്കന്മാർ ഇന്നത്തെ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുന്നില്ലെങ്കിലും മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമായി ഇടപെടുന്നവരാണ്. ഈ കാലത്ത് മാധ്യമ പ്രവർത്തനത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാവും നിങ്ങൾ ഓരോരുത്തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച്, മാധ്യമങ്ങളെ സംബന്ധിച്ച് വളരെ സുദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പൊതുവായ ഒരു മാധ്യമ സാക്ഷരത കേരളത്തിനുണ്ട് എന്നതൊരു പ്രത്യേകതയുമാണ്. മാധ്യമ പ്രവർത്തനത്തിൻ്റെ ചരിത്രം അഥവാ മാധ്യമങ്ങളുടെ ചരിത്രം സത്യത്തിൽ വളരെ ആവേശനിർഭരമായിട്ടുള്ള ഒന്നാണ്. അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ നാവായാണ് ലോകത്ത് മാധ്യമങ്ങൾ ആരംഭിക്കുന്നത് എന്ന് പൊതുവെ എല്ലാവരും വിലയിരുത്താറുണ്ട്. മാധ്യമ പ്രവർത്തനം, മാധ്യമം എന്നൊക്കെ പറഞ്ഞാൽ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അച്ചടി മാധ്യമം തന്നെയാണ് ആ കാലത്ത്. പിന്നീട് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വന്ന വളർച്ചയുടെ ഭാഗമായി ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ, ഇപ്പോൾ വിവരസാങ്കേതിക വിനിമയ വിദ്യയുടെ ഭാഗമായി രൂപം കൊണ്ട നവമാധ്യമങ്ങൾ, അങ്ങനെ അതിവിപുലമായി അതിൻ്റെ ശൃംഖല മാറുന്നുണ്ട്. പക്ഷെ തുടക്കം അച്ചടി മാധ്യമങ്ങളാണ്. അച്ചടി മാധ്യമങ്ങളിൽ നല്ലൊരു പങ്ക് ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്കെതിരെ ശബ്ദമുയർത്തിയതിൻ്റെ അനുഭവമാണ് ചരിത്രത്തിലെമ്പാടുമുള്ളത്. വളരെ ദീർഘവും വിപുലവുമായ ഒരു ചരിത്രമുണ്ട്. ഞാൻ അതിലേക്ക് ആകെ കടന്നു പോകുന്നില്ല. PSC പരീക്ഷയിൽ ഇപ്പോഴും ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തീർച്ചയായും ബംഗാൾ ഗസറ്റ് എന്നാണ്. 1780 ബംഗാൾ ഗസറ്റ് കൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്.
അയർലൻഡുകാരനായ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയായിരുന്നു പത്രാധിപർ. 1780 പത്രം ആരംഭിച്ചു എന്നതുപോലെ പ്രസക്തമായ മറ്റൊരു കാര്യം 1782 ആ പത്രം അടച്ചുപൂട്ടി എന്നുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രത്തിന് 2 കൊല്ലമായിരുന്നു ആയുസ്. വാറൻ ഹേസ്റ്റിങ്സിന്റെ അപ്രീതിക്കിരയായതിനെ തുടർന്നാണ് പത്രം അടച്ചുപൂട്ടേണ്ടി വന്നത്. പത്രാധിപർ ജയിലിലുമായി. അതാണ് ചരിത്രം. ഇത് ഒറ്റപ്പെട്ടൊരു ചരിത്രമല്ല, അനുഭവമല്ല. 1905 എല്ലാ മാധ്യമ സെമിനാറിലും ഒരുപക്ഷെ എല്ലാവരും പറയാനിടയുള്ള സ്വദേശാഭിമാനി പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. സ്വദേശാഭിമാനി വക്കം മൗലവി ആരംഭിക്കുന്നു. രാമകൃഷ്ണപിള്ള പിന്നീട് അതിൻ്റെ പത്രാധിപരായി മാറുന്നു. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് രാമകൃഷ്ണപിള്ളയുമായി നേരിട്ട് ബന്ധമുണ്ട്. കാറൽ മാർക്സിന്റെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ പുസ്തക രൂപത്തിൽ ഇറക്കിയത് രാമകൃഷ്ണപിള്ളയാണ്. കാറൽ മാർക്സ് എന്ന മനുഷ്യനെ കുറിച്ച് മലയാളി ഏറെക്കുറെ മനസ്സിലാക്കിയത് രാമകൃഷ്ണപിള്ളയുടെ പുസ്തകത്തിലൂടെയാണ്. മാർക്സിസം എന്ന ആശയ പദ്ധതിയെക്കുറിച്ച് മലയാളി ആദ്യമായി കേൾക്കുന്നത് ഒരർത്ഥത്തിൽ രാമകൃഷ്ണപിള്ളയുടെ പുസ്തകത്തിലൂടെയാണ്. രാമകൃഷ്ണപിള്ള ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകൾ വലിയ വിമർശനം, പ്രസക്തമായ വിമർശനം ഉയർന്നു വന്നിട്ടുള്ളതാണ്. അത് ഉയർത്തേണ്ടതുമാണ്. എന്നാൽ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ധീരമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ദൈവം തെറ്റു ചെയ്താലും ആ തെറ്റു ഞാൻ റിപ്പോർട്ട് ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നെഴുതിയ സ്വദേശാഭിമാനി 905 പ്രസിദ്ധീകരണം ആരംഭിച്ചു. 910 അടച്ചുപൂട്ടി. പത്രാധിപർ നാടുകടത്തപ്പെട്ടു. തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി. അതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോഴാണ് 924 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ അൽ-അമീൻ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു. കോഴിക്കോട്ട് നിന്നു. 923 മാതൃഭൂമി പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. അൽ-അമീൻ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നതിന് ഒരു സവിശേഷ പശ്ചാത്തലം കൂടിയുണ്ട്. ഐതിഹാസികമായ മലബാർ സമരം നടക്കുമ്പോൾ മാതൃഭൂമിയില്ല. 921 മാതൃഭൂമിയില്ല. 23 പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ മലബാറിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ഒരുപക്ഷെ ഇന്ന് പരിശോധിക്കുമ്പോൾ അത്ഭുതം തോന്നും വിധം അങ്ങേയറ്റം അപലപിക്കേണ്ട നിലപാടാണ് മാതൃഭൂമി സ്വീകരിച്ചത്. ആ മാതൃഭൂമിക്ക് മറുപടിയുമായാണ് ഒരർത്ഥത്തിൽ അൽ-അമീൻ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. 924 ആരംഭിച്ച അൽ-അമീൻ 39 അടച്ചുപൂട്ടുന്നുണ്ട്. അബ്ദുറഹ്മാൻ സാഹിബ് ജയിലിലുമായി. അപ്പൊ നമ്മുടെ രാജ്യത്തെ പത്രപ്രവർത്തനത്തിന്റെ ഇന്നലകളിലേക്ക് എത്തി നോക്കിയാൽ ആദ്യത്തെ പത്രം തന്നെ 2ാം വയസ്സിൽ അടച്ചുപൂട്ടി. പത്രാധിപർ ജയിലിലുമായി. 2ാം വയസ്സിൽ അടച്ചുപൂട്ടിയ ബംഗാൾ ഗസറ്റ്, 5ാം വർഷം അടച്ചുപൂട്ടി പത്രാധിപർ നാടുകടത്തപ്പെട്ട സ്വദേശാഭിമാനി, കഷ്ടിച്ച് 15 കൊല്ലം പ്രവർത്തിച്ച് പൂട്ടേണ്ടി വന്ന പത്രാധിപർ ജയിലിൽ പോകേണ്ടി വന്ന അൽ-അമീൻ. ഇങ്ങനെയാണ് അടച്ചുപൂട്ടലും ജയിൽവാസവും നാടുകടത്തലുമെല്ലാം ആദ്യകാല പത്രപ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ദിനപത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് 1848 പുറത്തിറങ്ങിയ ജർമ്മനിയിലെ നിയോ റൈനേഴ്സ് സൈത്തങ് എന്ന പത്രമാണ്. ആ പത്രത്തിന്റെ എഡിറ്റർ സാക്ഷാൽ മാർക്സായിരുന്നു, കാറൽ മാർക്സാണ്. എംഗൽസ് അദ്ദേഹത്തിന്റെ വലംകൈയായി നിന്ന് ആ പത്രത്തെ മുൻപോട്ട് നയിച്ച ആളാണ്. കൃത്യം 1 വർഷമാണ് ആ പത്രം പുറത്തിറങ്ങിയത്. 1 വർഷമായപ്പോഴേക്കും ഭരണകൂടത്തിന്റെ വേട്ടയെ തുടർന്ന് പ്രസിദ്ധീകരണം അവസാനിപ്പിക്കേണ്ടതായി വന്നു. അതിനെക്കുറിച്ച് എംഗൽസ് പിന്നീട് എഴുതുന്നുണ്ട്. ഞങ്ങൾ ഈ കോട്ട ഉപേക്ഷിച്ചു പോവുകയാണ്, പക്ഷേ പടക്കോപ്പുകളും കയ്യിലേന്തിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ തിരികെ വരും എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയത്. നിയോ റൈനേഴ്സ് സൈത്തങ്ങിന്റെ അവസാന ലക്കം കടും ചുവപ്പ് നിറത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. ആ ആ ലക്കത്തിൽ വിഖ്യാതനായ ജർമ്മൻ കവി ഫ്രൈലി ഗ്രാത്തിന്റെ പ്രശസ്തമായ ഒരു കവിത എടുത്തു ചേർത്തിരുന്നു. ആ കവിതയുടെ മലയാള പരിഭാഷയാണ് നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള തിരിച്ചു വന്നിടാത്ത ദൂരയാത്ര അല്ലിതൻ സഖാക്കളെ എന്നാരംഭിക്കുന്ന കവിതാശകലം.
അപ്പോ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ദിനപത്രം 1-ാം കൊല്ലം തന്നെ പൂട്ടിപ്പോയി ഭരണകൂടത്തിന്റെ വേട്ടയെ തുടർന്ന്. കമ്മ്യൂണിസ്റ്റ് പത്രം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ പക്ഷം നിന്ന് ശബ്ദമുയർത്തിയ, നിലപാട് സ്വീകരിച്ച, അധികാര വാഴ്ചയെ നിശിതമായി വിമർശിച്ച അത്തരം പ്രസിദ്ധീകരണങ്ങൾക്കെല്ലാം ഈ അനുഭവം നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രം മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഇന്ന് മാധ്യമ പ്രവർത്തനം എവിടെ എത്തി നിൽക്കുന്നു എന്നത് കൗതുകകരമാണ്. ഇന്ന് മാധ്യമ പ്രവർത്തനത്തിന്റെ സ്വഭാവം പാടെ മാറിക്കഴിഞ്ഞു. നോം ചോംസ്കി കുറച്ചു കാലം മുൻപ് മാധ്യമങ്ങളെ സംബന്ധിച്ച് നടത്തുന്ന ഒരു നിരീക്ഷണം, ലോകമെമ്പാടുമുള്ള മെയിൻ സ്ട്രീം മീഡിയ, മുഖ്യധാരാ മാധ്യമങ്ങൾ, അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂഷ്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അവയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇടതുപക്ഷ വിരുദ്ധ മനോഭാവമാണ് എന്ന് പറയും. അതിന്റെ കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, മാധ്യമ പ്രവർത്തനം ഇന്നൊരു വ്യവസായമായി വളർന്നിരിക്കുന്നു, പഴയതുപോലെയല്ല. പണ്ട് മാധ്യമ പ്രവർത്തനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം സാമൂഹ്യ നവീകരണമാണ്, സാമൂഹ്യ പരിഷ്കരണമാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം നീട്ടിയില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ സുജനാ നന്ദിനി എന്നൊരു പത്രമുണ്ട്, കൊല്ലത്തു നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. പറവൂർ കേശവനാശാനായിരുന്നു അതിൻ്റെ എഡിറ്റർ. ശ്രീനാരായണീയ ദർശനങ്ങളെ കേരളത്തിൽ നല്ലതുപോലെ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തൊരു പത്രമായിരുന്നു. അടിച്ചമർത്തപ്പെടുന്ന വിഭാഗത്തിന്റെ നാവായിരുന്നു ആ പത്രം. ആ പത്രത്തിന്റെ ആപ്പീസടക്കം കത്തിച്ചളയുകയാണ് ചെയ്തത്. കുമാരനാശാൻ എഴുതിയ ഉദ്ബോധനം എന്ന കവിത വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അത് ഉദ്ബോധനത്തിലെ വരിയ. ആ ഉദ്ബോധനം എഴുതുന്നത് സുജനാനന്ദിനി കത്തിച്ച പശ്ചാത്തലത്തിലാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മുറിവേൽപ്പിക്കലും പത്രം ചുട്ടരിക്കലും മുഷ്കർത്തൻ ധൂർത്തിനു കീഴടങ്ങാതെ മരിപ്പോളം തടുക്കുവിൻ എന്ന് പറയുന്നത് ആ കവിതയിലാണ്. ഇങ്ങനെ 100 അനുഭവങ്ങൾ. ഞാൻ പറയുന്നത് അധികാരി വർഗത്തിന്റെ, സമൂഹത്തിൽ ആധിപത്യം വഹിക്കുന്ന വിഭാഗത്തിന്റെ ദയാരഹിതമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു അനുഭവമാണ് അന്നത്തെ മാധ്യമങ്ങൾക്കുള്ളത്. എന്നാൽ മാധ്യമ പ്രവർത്തനം എന്നത് ഒരർത്ഥത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനം എന്നതിൽ നിന്നും ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സായി മാറി. കുറച്ചു നാൾ മുമ്പ് ഇന്ത്യയിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിന്റെ പേര് ഇന്ത്യൻ മീഡിയ ബിസിനസ് എന്നാണ്. ഒരു വലിയ വ്യവസായമായി മാറി. വലിയ കോർപ്പറേറ്റ് ഹൗസുകൾ മാധ്യമങ്ങൾ നടത്താൻ തുടങ്ങി. വലിയ മാധ്യമങ്ങളൊക്കെ അത്തരം കോർപ്പറേറ്റുകളുടേതായി മാറി. ഒരുപാട് ഉദാഹരണമുണ്ട്. ഞാനൊരു എല്ലാ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ ന്യൂസ് 18 എന്നൊരു ചാനലുണ്ടല്ലോ, എന്നുവെച്ചാൽ 18 ചാനലുണ്ട്, അതിലൊന്നാണ്. ആരാണ് മുതലാളി, ഉടമ എന്ന് പറയേണ്ട കാര്യമില്ല. റിലയൻസ് ഒരു വലിയ മാധ്യമ ശൃംഖല കൈവശം വച്ചിരിക്കുകയാണ്. ഈ വിവര സാങ്കേതിക വിനിമയ വിദ്യയുടെ കാലത്ത് 5 ലക്ഷം കിലോമീറ്ററിലധികം സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ ശൃംഖല, ഇന്റർനെറ്റ് റൂട്ടിന്റെ 25% ടാറ്റയുടെ കൈവശമാണ് എന്ന് ഈ അടുത്തിറങ്ങിയ ഒരു പഠനം വായിച്ചു തോർക്കുകയാണ്. നമ്മുടെ സ്വന്തം ടാറ്റ, അദ്ദേഹമാണ് ലോകത്തിലെ ഇന്റർനെറ്റ് റൂട്ടിന്റെ 25% കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അതിവിപുലമായ മാധ്യമ ശൃംഖല റിലയൻസ് കൈവശം വച്ചിരിക്കുന്നു. ഓരോ സംസ്ഥാനത്തെയും പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും നോക്കിയാൽ വൻകിട മുതലാളിയുടേതാണെന്ന് കാണാൻ പറ്റും. ഇപ്പൊ മലയാള മനോരമയെ കുറിച്ച് കോട്ടയത്ത് വന്നിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കണ്ടത്തിൽ കുടുംബത്തിൻ്റെതാണ്. ഏതോ ഒരു കണ്ടത്തിൽ ഒരു ചെറിയ വീട് വെച്ചതല്ലല്ലോ കണ്ടത്തിൽ കുടുംബം എന്ന് പറഞ്ഞാൽ. കേരളത്തിലെ ലക്ഷണമൊത്ത വ്യവസായ കുടുംബമല്ലേ. ഒരുപാട് വ്യവസായങ്ങൾ, ബ്ലേഡ് കമ്പനി മുതൽ ടയർ കമ്പനി വരെ വളർന്ന് പന്തലിച്ചിരിക്കുന്ന വ്യവസായ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ് മലയാള മനോരമ. വളരെ പഴക്കമുള്ള പത്രമാണ്. ആരും വ്യത്യസ്തരല്ല. ഞാൻ അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. അപ്പോ വൻകിട മുതലാളിയുടെ വ്യവസായങ്ങളിൽ ഒന്നായി മാധ്യമം മാറി. ലോകം മുഴുവൻ ഇതാണ് സ്ഥിതി. ലോക മാധ്യമങ്ങളെ പരിശോധിച്ചാൽ സിംഹഭാഗവും
മർഡോക്കിന്റെ സാമ്രാജ്യത്തിന് കീഴിലാണ്. ഓസ്ട്രേലിയൻ വംശജനായ, ഇപ്പൊ അമേരിക്കൻ പൗരത്വം എടുത്തു എന്ന് തോന്നുന്നു, റുപ്പർട്ട് മർഡോക്ക് എന്ന മാധ്യമ ഭീകരൻ എന്ന് വിളിക്കാറുണ്ട്. അദ്ദേഹം ഭീകരപ്രവർത്തനം എന്തെങ്കിലും നേരിട്ട് നടത്തിയോണ്ടല്ല, അത്രമാത്രം വിപുലമാണ് മാധ്യമ ശൃംഖല. നമ്മുടെ ഏഷ്യാനെറ്റിന്റെ എന്റർടൈൻമെന്റ് ചാനൽ വരെ ഇപ്പൊ മർഡോക്കിന്റെ ഉടമസ്ഥതയിലായി മാറിക്കഴിഞ്ഞു. അമേരിക്കയിലും ബ്രിട്ടനിലുമുള്ള അച്ചടി മാധ്യമങ്ങളെയും ദൃശ്യമാധ്യമങ്ങളെയും എടുത്താൽ 80% 5-ൽ താഴെ കുത്തകകളുടെ നിയന്ത്രണത്തിലാണുള്ളത്. ഇതൊരു വലിയ കോർപ്പറേറ്റ് വ്യവസായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാധ്യമ ഉടമയുടെ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കാനുള്ള ഒരിടമായി നമ്മുടെ മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഉടമയുടെ രാഷ്ട്രീയം ഇടതുവിരുദ്ധമാണ്. അതെന്താണ് കാരണം? മലയാള മനോരമ ഇടതുവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു, മാതൃഭൂമി ഇടതുവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു. അതെന്താണ് കാരണം? നമ്മൾ എന്തെങ്കിലും അവരുടെ നിന്ന് കാശ് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാനുണ്ടോ? അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നും കൊള്ളരുതായ്മകൾ മാത്രം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ CPIM? നമ്മളെ കഠിനമായി എതിർക്കുന്നവർ പോലും അത് പറയില്ല. എന്നിട്ടും എന്തേ നിത്യമെന്നോണം ഇടതുപക്ഷ വിരുദ്ധമായ നിലപാട് എല്ലാ വാർത്തയിലും കുത്തിത്തിരികി CPIM-നെ ആക്രമിക്കുന്നു? എന്താണ് ഇതിൻ്റെ ഒരു കാരണം? എന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് മലയാള മനോരമയുടെ പഴയ പത്രാധിപർ പറഞ്ഞു. 1957 EMS മുഖ്യമന്ത്രിയായി. പക്ഷേ പറഞ്ഞ മാന്യദേഹം 1954 മരിച്ചു. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളിലേക്കൊന്നും പോയില്ല. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പിന്മുറക്കാരൻ എഴുതിയ ആത്മകഥയിൽ ഒന്ന് ന്യായീകരിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഒക്കെ ചെയ്താൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണല്ലോ എന്ന അർത്ഥത്തിൽ പറഞ്ഞു. എന്തും ആവട്ടെ, പറഞ്ഞൊക്കെ വിശ്വസിക്കാം. ശരി, അതെല്ലാം വിശ്വസിച്ചു. അന്ന് അങ്ങനെ കരുതിയെന്ന് കരുതുക. മലയാള മനോരമയുടെ മുൻ പത്രാധിപർ അങ്ങനെ തെറ്റിദ്ധരിച്ചു എന്ന് കരുതുക. ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ആകെ കുഴപ്പക്കാരാണ്, ഇവർ അധികാരത്തിൽ വന്നാൽ നാട്ടിലാകെ പ്രശ്നമായിരിക്കും, അപ്പൊ പിന്നെ എളുപ്പം പോയിട്ട് ആത്മഹത്യ ചെയ്യാം എന്ന്, അതാണ് നല്ലത് എന്ന് കരുതുക. 57 EMS ഗവൺമെന്റ് വന്നല്ലോ, പിന്നെ 67 വന്നു, 80 വന്നു, 96 വന്നു, 2006 വന്നു, 2016 വന്നു, ഇപ്പോൾ വീണ്ടും ഭരിക്കുകയാണ്. അപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായല്ലോ. അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം തച്ചുടയ്ക്കുകയോ ഇഷ്ടമില്ലാത്തവരെ എല്ലാം നിഗ്രഹിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. സാധാരണ പോലെയാണ് പോകുന്നതെന്ന് അനുഭവത്തിൽ മനസ്സിലായല്ലോ. പക്ഷെ നിലപാട് മാറുന്നില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ നിലപാട് മാറുന്നില്ലല്ലോ. അതിനെന്താ കാരണം? ആ കാരണത്തിന്റെ പിന്നിൽ വ്യാവസായിക സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. അതാണ് പ്രശ്നം. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടത്തിന്റെയോ അകൽച്ചയുടെയോ പ്രശ്നമല്ല. പിന്നിലുള്ളത് രാഷ്ട്രീയമാണ്, സാമ്പത്തികമാണ്. ഇപ്പോ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ പാർലമെന്റിൽ ഓരോ വർഷവും യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ തവണ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിലും കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന ഇളവ്, സാമ്പത്തിക സൗജന്യം 5 ലക്ഷം കോടിയിൽ പരം രൂപയുടേതാണ്. 5 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ സംഖ്യയാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊന്നും പറ്റുന്നവരില്ല. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ വല്ല ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും പ്രയാസമായിരിക്കും. ഒന്ന് എഴുതി നോക്ക്, 5 ലക്ഷം കോടി തെറ്റിപ്പോവും, ഉറപ്പാ. 5 എന്നെഴുതിയിട്ട് 12 പൂജ്യം ഇടണം, അപ്പോഴാണ് 5 ലക്ഷം കോടി. നമ്മളൊന്നും ജീവിതത്തിൽ അങ്ങനെ ഒരു സംഖ്യ എഴുതേണ്ട ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ടാണ് തെറ്റിപ്പോവുക. ആ ഭീമാകാരമായ ഭയാനകമായ ഒരു തുകയാണ് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന ഇളവ്. ജനപക്ഷ മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ദേശീയ പ്രശസ്തനായ മാധ്യമ പ്രവർത്തകനാണ് P. സായിനാഥ് ആധികാരികമായ കണക്കുകളുടെ പിൻബലത്തിൽ പറയുകയുണ്ടായി, ഈ വർഷാവർഷം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന സാമ്പത്തിക സൗജന്യത്തിന്റെ 1/7, അത്രയും വേണ്ട, അതിന്റെ പകുതി ഒന്നും വേണ്ട, ഒരു 1/7 ഇന്ത്യൻ ജനസാമാന്യത്തിന് വേണ്ടി പൊതുവിൽ ചിലവഴിക്കാൻ ഗവൺമെന്റ് തയ്യാറായാൽ
1 കിലോഗ്രാം അരിക്കും ഗോതമ്പിനും 3 രൂപ നിരക്കിൽ APL BPL വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും വിതരണം ചെയ്യാൻ കഴിയും, കൊല്ലം മുഴുവൻ. ഇതാണ് കണക്ക്. എന്ന് വെച്ചാൽ പിന്നെ APL BPL നോക്കണ്ട, പൊതു കമ്പോളത്തിൽ 3 രൂപ കിലോയ്ക്ക് അരിയും ഗോതമ്പും കിട്ടാൻ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന നികുതി ഇളവിന്റെ 1/7 ഇന്ത്യ ഗവൺമെന്റ് ചെലവഴിച്ചാൽ മതി. അങ്ങനെ വന്നാൽ പിന്നെ ഇന്ത്യയിൽ പട്ടിണി മരണം ഉണ്ടാവില്ല. ഇന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. എന്തേ ഇന്ത്യ ഗവൺമെന്റ് ആ ദിശയിൽ ആലോചിക്കുന്നില്ല? ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭിമുഖ്യം ഇന്ത്യയിലെ ജനങ്ങളോടല്ല, ഇന്ത്യയിലെ കോർപ്പറേറ്റുകളോടാണ്. അവർക്കാണ് വിധേയപ്പെട്ടിരിക്കുന്നത്. ആ കോർപ്പറേറ്റ് വൽക്കരണ നയത്തിന്റെ ഭാഗമായി കൊല്ലം തോറും അവർക്ക് നൽകുന്ന ഇളവ്, ഈ 5 ലക്ഷം കോടിയുടെ ഇളവ്, ആ ഇളവിന്റെ പങ്കുപറ്റികളാണ് നമ്മുടെ പ്രിയപ്പെട്ട മനോരമ ഉൾപ്പെടെയുള്ളവർ, വ്യവസായ കുടുംബങ്ങൾ. ആ ആനുകൂല്യം വാങ്ങുകയാണ്, അത് സ്വീകരിക്കുകയാണ്. അവരുടെ വ്യവസായ സാമ്രാജ്യത്തിന്റെ ചെറുതല്ലാത്ത ലാഭം ഇതിനെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അന്യായമായ ലാഭം. അപ്പോ ഈ നയം തുടരണം എന്ന നിലപാട് സ്വാഭാവികമായും ഇവർ സ്വീകരിക്കും. ഈ നയത്തെ എതിർക്കുന്നതാരാണ്? ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മോദി ഗവൺമെന്റ് എന്ന് മാത്രമല്ല അർത്ഥം. ഇതിനു മുൻപ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആയിരുന്നപ്പോഴും ഈ നിലപാടാണ് സ്വീകരിച്ചത്. ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് കോൺഗ്രസ് ഭരിച്ചാലും BJP മുന്നണി ഭരിച്ചാലും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഓരോ യൂണിയൻ ബഡ്ജറ്റിലും ഈ ഇളവുകൾ കിട്ടുന്നുണ്ട്. ഇതിനു പുറമെ മറ്റെല്ലാ കോർപ്പറേറ്റ് വൽക്കരണത്തിന് അനുസൃതമായ നയങ്ങളും ഉണ്ട്. 2 കൂട്ടർക്കും ഒരേ നയമാണ്. അപ്പൊ ഈ കുത്തക കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ BJP ഗവൺമെന്റ് വന്നാലും തിരക്കിടില്ല, കോൺഗ്രസ് ഗവൺമെന്റ് വന്നാലും തിരക്കിടില്ല. ഈ നയത്തെ എതിർക്കുന്ന ഒരേ ഒരു കൂട്ടരേ ഇന്ത്യയിലുള്ളൂ, അത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം നാളെ ഇന്ത്യയിൽ അധികാരത്തിൽ വരും തെരഞ്ഞെടുപ്പിൽ എന്നൊന്നും നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നില്ല. അത്ര എളുപ്പമൊന്നുമല്ല. ആ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ മുൻപോട്ട് പോയി സ്വാഭാവികമായും ഭാവിയിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷത്തെയും ഈ ശരിയായ രാഷ്ട്രീയ നിലപാടിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ വളരെ പരിമിതമായ അംഗബലം മാത്രമല്ലേ ഉള്ളൂ. എന്നാൽ ഇടതുപക്ഷം അങ്ങനെ അധികാരത്തിൽ വന്നുകൊള്ളണമെന്നില്ല. ഒരു നിർണായക ശക്തിയായി മാറിയാലോ? അതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ അംഗബലമൊന്നും നോക്കണ്ട. ഇപ്പൊ 2004 61 MP ഇടതുപക്ഷ ബ്ലോക്കിലുണ്ടായിരുന്നു. 61 MP. CPIM തനിച്ച് 44 ഉണ്ടായിരുന്നു അന്ന്. 61 MP ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇത്തിരി വിലപേശൽ ശേഷിയുള്ളതാണ്. കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായത് അന്നാണ്. ഒരു കുറച്ചുകൂടി മുൻപോട്ട് പോയി ഒരു 100 MP ആയാലോ? ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കോർപ്പറേറ്റ് പ്രീണന നയങ്ങളെ വരച്ച വരയിൽ നിർത്താനുള്ള കരുത്ത്, അംഗബലം ഇടതുപക്ഷത്തിന് കൈവരും. അങ്ങനെ വന്നാൽ ചിലപ്പോൾ ഈ നയങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും. അങ്ങനെ വന്നാൽ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് ഇത്തിരി ക്ഷീണം വരും. അതുകൊണ്ട് ഈ കോർപ്പറേറ്റ് നയങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് മാറാതിരിക്കണമെങ്കിൽ BJPയോ കോൺഗ്രസോ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കണം. അതിനിടയിൽ ഒരു ശല്യമായിട്ടുള്ള ഇടതുപക്ഷം വരാനേ പാടില്ല. അവർ ശക്തിപ്പെടാൻ പാടില്ല. ഇടതുപക്ഷം ദുർബലപ്പെടണം. ഇടതുപക്ഷം ദുർബലപ്പെടണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ കേരളത്തിൽ തന്നെ ദുർബലപ്പെടണം. അതുകൊണ്ട് എന്തു തന്നെ ചെയ്താലും ഏതു വാർത്തയിലും ഇടതുപക്ഷത്തെ ആക്രമിക്കാനും അപകീർത്തിപ്പെടുത്താനും വലതുപക്ഷത്തെ മഹത്വവൽക്കരിക്കാനുമുള്ള പരിശ്രമം ഉണ്ടാവും എന്നതാണ് വസ്തുത. ഈ ലളിതമായ രാഷ്ട്രീയ പ്രശ്നമാണ് നമ്മുടെ മുൻപിലുള്ളത്. നിങ്ങൾ നോക്കൂ, ഏതെല്ലാം വിഷയങ്ങൾ ഓരോ ദിവസവും കടന്നു വരുന്നു. ഞാനിപ്പോൾ വരുമ്പോൾ യാദൃച്ഛികമായിട്ട് മാതൃഭൂമി ഓൺലൈനിൽ അല്പസമയം മുമ്പ് കണ്ട വാർത്തയുടെ തലക്കെട്ട് SFI പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ചു എന്നാണ്. തലക്കെട്ടുകളിൽ, വാക്കുകളിൽ, അക്ഷരങ്ങളിൽ, കുത്തിൽ, കോമയിൽ എല്ലാം രാഷ്ട്രീയമുണ്ട്. കുത്തേറ്റ് മരിക്കുന്നത് എങ്ങനെയാണ്? മഹാത്മാഗാന്ധി വെടിയേറ്റു മരിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. വെടിവെച്ചു കൊന്നു എന്നതാണ് സത്യം. മരണവും കൊലപാതകവും ഒന്നല്ല.
ജീവിതത്തിന്റെ സ്വാഭാവികമായ അന്ത്യമാണ് മരണം. 100 വയസ്സുള്ള ഒരാൾ വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകളെ തുടർന്ന് മരിച്ചു, ശരി, അത് മരണമാണ്. 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നു, അതെങ്ങനെ മരണമാവും? ഈ 2 വാക്ക് വെറുതെ ഉണ്ടാക്കിയതല്ല, 2 വാക്കിനും അർത്ഥമുണ്ട്. ഏറെക്കാലമായി കേൾക്കുന്നതാണ്. ഇപ്പൊ ചില മാധ്യമങ്ങൾ ഇപ്പൊ കുറച്ച് മാറ്റാൻ തുടങ്ങി. ഇതിങ്ങനെ നവമാധ്യമങ്ങളുടെ കാലത്ത് തുറന്നു കാണിക്കുമ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ എടുത്ത് വിമർശനം ഉന്നയിക്കുമ്പോൾ ചിലർക്ക് മാറാതിരിക്കാൻ പറ്റില്ല. ഇത് ഓരോ വാക്കിന്റെയും കാര്യത്തിലുള്ളതാണ്. ഇപ്പൊ പെട്രോൾ വില കൂടി എഴുതുകയാണ്. പെട്രോൾ വില കൂടി. പെട്രോൾ വില കൂടില്ലല്ലോ, പെട്രോൾ വില കൂട്ടുകയല്ലേ. പെട്രോൾ വില കൂടി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ പെട്രോൾ പറയുമോ എന്റെ വില കൂടി, അങ്ങനെ പറയുമോ? ഒരു സംവിധാനം വർദ്ധിപ്പിക്കുന്നതല്ലേ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണയാവകാശം കോർപ്പറേറ്റുകളുടെ കാൽ കീഴിൽ അടിയറ വെച്ച നയം ആവിഷ്കരിച്ച കോൺഗ്രസും ആ നയം തുടരുന്ന, ശക്തിയായി തുടരുന്ന BJP-യുടെ ഗവൺമെന്റും ആ നയങ്ങളുടെ ഭാഗമായി കൊള്ള ലാഭം എടുക്കുകയല്ലേ. അപ്പോ കൂട്ടിയെന്നും കൂടിയെന്നും പറയുമ്പോൾ ഒരു ടായുടെ വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ വളരെ സമർത്ഥമായി വലതുപക്ഷത്തെ സംരക്ഷിക്കാനുള്ള ഒരു രാഷ്ട്രീയ ദൗത്യം അതിൽ നിർവഹിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് മനോരമയിലും മാതൃഭൂമിയിലും ഒരേ സ്വഭാവത്തിൽ പുറത്തു വന്നൊരു വാർത്തയുണ്ട്. ഇന്ത്യയുടെ കരുതൽ എണ്ണശേഖരം, അസംസ്കൃത എണ്ണശേഖരം വിൽക്കാൻ തീരുമാനിച്ചു. വിത്തെടുത്ത് കുത്തുക എന്നൊക്കെ പറയുന്ന പോലെയാണ്. അങ്ങനെ ആരും ചെയ്യാത്തതാണ്. 2 പത്രങ്ങളിലെയും തലക്കെട്ട് വില കുറയ്ക്കൽ ലക്ഷ്യം എന്നാണ്. വില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നതെന്നാണ്. എന്നിട്ട് പറയുകയാണ് ആഗോള വിപണിയിലെ എണ്ണ വില വർധനവിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനമാണിത്. എന്തൊരു അസംബന്ധമാണ് പറയുന്നത്. ആഗോള വിപണിയിൽ എണ്ണ കുറയാണ്, എണ്ണ വില കുറയാണ് ഓരോ ദിവസവും. അതേ ദിവസം മാതൃഭൂമി പത്രത്തിൽ ഉൾപേജിൽ മറ്റൊരു വാർത്തയുണ്ട്. വൈറസിന്റെ പുതിയ വകഭേദം എണ്ണവില കൂപ്പുകുത്തുന്നു, ഒറ്റയടിക്ക് $5 കുറഞ്ഞു എന്നാണ്. പക്ഷെ 1-ാം പേജിൽ പറയുകയാണ് ആഗോള വിപണിയിലെ എണ്ണവില വർധനവിനെ തടയാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് അസംസ്കൃത എണ്ണ ശേഖരെടുത്ത് വിൽക്കാൻ തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ നവംബറിലെ വിൽപ്പന തുടങ്ങി. മംഗലാപുരത്തെ ഒരു റിഫൈനറിക്ക് 3 ലക്ഷം ലിറ്റർ അസംസ്കൃത എണ്ണ വിറ്റ് കാശുമായി കഴിഞ്ഞു. അത് ബാരലിന് $19 വാങ്ങിയത് $80 വിറ്റത്. കൊള്ള ലാഭം ഉണ്ടാക്കുകയാണ്. ഈ വിചിത്രമായ ഭരണകൂട നടപടിയെ മനോരമയും മാതൃഭൂമിയും കൈകോർത്തു പിടിച്ച് വെളുപ്പിച്ചെടുത്ത് സംരക്ഷിക്കുകയാണ്. ഈ നിലപാടുകൾ അനസ്യൂതം തുടരും. ഞാൻ കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. എല്ലാ ദിവസവും തുടരും. അത് അവർ പ്രതിനിധാനം ചെയ്യുന്ന വ്യാവസായിക താല്പര്യങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നോക്കിയാൽ അന്നത്തെ താല്പര്യം പല മാധ്യമങ്ങൾക്കും സാമ്രാജ്യത്വ താല്പര്യമായിരുന്നു. ഇപ്പൊ ദേശാഭിമാനത്തെ കുറിച്ച് പറയും. ഇപ്പോ മലയാള മനോരമ ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1888-ലാണ്. 1888 വളരെ ചരിത്ര പ്രാധാന്യമുള്ള വർഷമാണ്. മലയാളത്തിലെ മഹത്തായ ഒരു സാമൂഹ്യ വിപ്ലവവും ഒരു ദുരന്തവും ഉണ്ടായത് 888-ലാണ്. സാമൂഹ്യ വിപ്ലവം അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ പ്രതിഷ്ഠയാണ് 888-ലാണ്. ദുരന്തം മനോരമ അച്ചടി ആരംഭിച്ചതുമാണ്. ഇത് രണ്ടും സംഭവിച്ച വർഷമാണ് 1888. ആദ്യ കടലാസ് അച്ചടിച്ചപ്പോ അതിൽ പത്രത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അന്നത്തെ മലയാളമാണ് 125 കൊല്ലം 888-ലെ മലയാളമുള്ളൂ. 1.25 നൂറ്റാണ്ട് മുമ്പുള്ള മലയാളമാണ്. അതാരംഭിക്കുന്നത് ഇങ്ങനെയാണ്. വിശ്വമാതാവായ വിശ്വമാതാവ്, വിശ്വത്തിന്റെ ആകെ മാതാവാണ്, വിശ്വമാതാവായ വിക്ടോറിയ ചക്രവർത്തിനി തിരുമനസിലെ രാജ്യഭാരമാകുന്ന കൽപ്പവൃക്ഷത്തിലെ അസുലഭ മാധുര്യമുള്ള ഫലങ്ങളെ അപ്പോഴപ്പോൾ പ്രജകൾക്ക് അനുഭവിപ്പാൻ വേണ്ടി ഞങ്ങൾ പ്രസിദ്ധീകരണം ആരംഭിക്കുകയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ വിക്ടോറിയ ചക്രവർത്തിനി പറയുന്നതൊക്കെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. വേറെ ലക്ഷ്യമൊന്നുമില്ല എന്നാണ്. പക്ഷെ ആ ചക്രവർത്തിനി വിശ്വമാതാവാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കാൽക്കീഴിൽ സാഷ്ടാംഗം പ്രണമിച്ച് വിധേയത്വത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്
മനോരമ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. മനോരമയേക്കാൾ മുൻപ് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് ദീപിക. അന്ന് നസ്രാണി ദീപിക എന്നാണ് അറിയപ്പെടുക. 921 സെപ്റ്റംബർ മാസത്തിൽ ദീപിക പത്രം പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ്: കാലം 921 ഐതിഹാസികമായ മലബാർ സമരത്തിന്റെ കാലം. മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്ത നിസ്സഹകരണ പ്രസ്ഥാനം രാജ്യത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു കാലം. ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭം ആർത്തിരമ്പുന്ന ഒരു ഘട്ടത്തിൽ ദീപികയിലെ മുഖപ്രസംഗത്തിലെ വാചകം ഇങ്ങനെയാണ്: നീതിപൂർവകമായ ബ്രിട്ടീഷ് പതാക സർവോത്കർഷേണ പാറിപ്പറക്കട്ടെ. അതാണ് നീതിപൂർവകമായ ബ്രിട്ടീഷ് പതാക സർവോത്കർഷേണ പാറിപ്പറക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഈ നാടിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന്, ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ സ്വന്തമെന്ന വാക്കുമറന്ന് ജീവാർപ്പണം നടത്തിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ രക്തസാക്ഷിത്വത്തിന്റെ മുൻപിൽ നമ്മുടെ പത്രങ്ങൾ സ്വീകരിച്ചത് ഇത്തരം നിലപാടുകളൊക്കെയാണ്. ആ നിലപാടുകൾ കാലാനുസരണം ചെറിയ ഭേദഗതികളോടെ അടിസ്ഥാന സമീപനത്തിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. എന്നും സാമ്പത്തിക വ്യാവസായിക താല്പര്യങ്ങളുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ അറച്ചു നിന്ന അനുഭവമാണ് നമ്മുടെ നാട്ടിലെ അന്നത്തെയും ഇന്നത്തെയും പ്രധാന പത്രങ്ങൾക്കുള്ളത്. അതിൻ്റെ ഒരുപാട് വകഭേദങ്ങൾ, രൂപപരിണാമങ്ങൾ, പുതിയ ദൃശ്യമാധ്യമങ്ങൾ വന്നപ്പോൾ അതിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ ഇതുപോലെയുള്ള ഒരു സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ അത്തരം കാര്യങ്ങളിലേക്കാകെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഇന്ന് മാധ്യമരംഗത്ത് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മഹാവിസ്ഫോടനങ്ങളുടെ ഭാഗമായി മാധ്യമം എന്ന വാക്കിന് തന്നെ വന്നിട്ടുള്ള ആ അർത്ഥവൈപുല്യം, അതിൻ്റെ ഭാഗമായി നവമാധ്യമങ്ങളുടേതായ ഒരു ഇടം. ഇന്നൊരു പത്രം ഒരു കളവായ കാര്യം പ്രസിദ്ധീകരിച്ചാൽ, അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായ ഒരു കാര്യം പ്രസിദ്ധീകരിച്ചാൽ, തൊട്ടടുത്ത നിമിഷം നവമാധ്യമങ്ങളിൽ അതിനെ സംബന്ധിച്ച് 1000 പേർ പ്രതികരിക്കും, ശരിയായ വിവരം ജനങ്ങളുടെ മുൻപാകെ കൊണ്ടുവരും. അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കുമോ നിർണയിക്കുകയോ എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ജനങ്ങളുടെ വിവരങ്ങൾ അറിയാനുള്ള അവസരങ്ങൾ വളരെയേറെ വിപുലപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ആഴ്ചയാണ് ട്രെയിനിൽ വെച്ച് ഒരാളെ പോലീസുകാരൻ ചവിട്ടി. മലയാള മനോരമ എന്തൊരു ആക്രമണമാണ് സംഘടിപ്പിച്ചത്. 1-ാം പേജിൽ വലിയ വാർത്ത, ചിത്രം, ഒരു മുഖപ്രസംഗം തന്നെ എഴുതി കളഞ്ഞു പോലീസിന്റെ ക്രൂരതയെക്കുറിച്ച്. എന്നാൽ യഥാർത്ഥ വസ്തുത എന്താണ്? മനോരമ ചാനലും മറ്റു ചാനലുകളും പ്രദർശിപ്പിച്ചത് ഭാഗികമായ ദൃശ്യങ്ങളാണ്, എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ്. അയാളൊരു കൊടും ക്രിമിനലാണ്, കുറ്റവാളിയാണ്. മോഷണം, പിടിച്ചുപറി, ക്ഷേത്രമോഷണം, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, ഇതിലൊക്കെ പ്രതിയായിട്ടുള്ള ആളാണ്. വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ ജയിലിൽ കിടക്കുന്ന ആളാണ്. ഇങ്ങനെ എല്ലാമുള്ള ഒരാൾ അതിന് പുറമെ മദ്യപിച്ച് ലക്ക് കെട്ട് ട്രെയിനിൽ കയറി സ്ത്രീകളെ ആക്രമിക്കാൻ ഒരുമ്പെടുകയാണ്. ഭയചകിതരായ സ്ത്രീകളാണ് പോലീസിനെ വിളിക്കുന്നത്. കേരളത്തിനൊരു അനുഭവമുണ്ട്, സൗമ്യയുടെ അനുഭവം. ട്രെയിനിൽ വെച്ചാണ് ആ പാവം പെൺകുട്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഗോവിന്ദച്ചാമിയെ തൂക്കാനാണ് വിചാരണ കോടതി വിധിച്ചത്. ആ അനുഭവം മുന്നിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് സമാനമെന്ന് പറയാവുന്ന ഒരു അനുഭവം വരുമ്പോൾ പേടിച്ചരണ്ട ഒരു സ്ത്രീ പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്ന് ഇയാളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എഴുന്നേൽക്കുന്നില്ല. ബലപ്രയോഗം അനിവാര്യമായി വരികയാണ്. അപ്പോഴാണ് ഒരു ചവിട്ട് കൊടുത്തത്. എന്നാലും അങ്ങനെ ചവിട്ടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചവിട്ടാൻ പാടില്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാന്നേ ഉള്ളൂ. അതതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ ആ പാവം വഴിയാത്രക്കാരനെ വിശുദ്ധനാക്കാൻ പാടുണ്ടോ? ആ പോലീസിനെ ലോകത്തിലെ ഏറ്റവും വലിയ കൊടും കുറ്റവാളിയാക്കാൻ പാടുണ്ടോ? ആ ഒരൊറ്റ വാർത്തയിലൂടെ ഞങ്ങളുടെ പക്ഷം സൗമ്യയുടെ പക്ഷമല്ല, ഞങ്ങളുടെ പക്ഷം ഗോവിന്ദച്ചാമിയുടെ പക്ഷമാണ് എന്ന് മനോരമ പ്രഖ്യാപിക്കുകയാണ്. അതിന് കാരണം എന്താണ്? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. കേരളത്തിൽ LDF ഗവൺമെന്റാണ് അധികാരത്തിൽ, പോലീസ് വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോലീസുകാരൻ എന്ത് ചെയ്താലും അതിനെ ഏറ്റവും ഹീനമായി ചിത്രീകരിച്ച് അതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയിലേക്കും ഗവൺമെന്റിലേക്കും വെച്ച്
ഒരു പ്രചരണ മഹാമഹം സംഘടിപ്പിക്കുക എന്നാണ്. കൊടും ക്രിമിനലിന് വേണ്ടി പോലും വക്കാലത്ത് പറയാൻ മനസാക്ഷി കുത്തില്ലാത്ത, ഒരു മടിയുമില്ലാത്ത രാഷ്ട്രീയ നിലവാരത്തിലേക്ക് നമ്മുടെ പ്രധാന മാധ്യമങ്ങൾ എത്തി നിൽക്കുന്നു എന്ന ഏറെ ചിന്തോദ്ദീപകമായ ഒരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ട്. അതിനെ ജനകീയമായ അഭിപ്രായ രൂപീകരണത്തിലൂടെയാണ് ചെറുത്തു തോൽപ്പിക്കാനാവുക. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നാളെ മുതൽ മനോരമ നിലപാട് മാറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇല്ലല്ലോ, മനോരമ നിലപാട് മാറ്റാൻ വേണ്ടി അല്ലല്ലോ നമ്മുടെ മാധ്യമ വിമർശനം. നമ്മുടെ മാധ്യമ വിമർശനം എന്തിനു വേണ്ടിയാണ്? ഇതാണ് മനോരമ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അല്ലാതെ മനോരമ ശരിയായ ഒരു നിലപാട് സ്വീകരിച്ച് മനുഷ്യപക്ഷത്ത് അണിനിരക്കും എന്ന് തെറ്റിദ്ധരിച്ചിട്ടല്ല. മറിച്ച് ഈ പത്രങ്ങൾ, ഈ ചാനലുകൾ അവരുടെ വ്യാവസായിക താല്പര്യങ്ങളാൽ രാഷ്ട്രീയമായി അതികഠിനമായ ഇടതുപക്ഷ വിരുദ്ധ നിലപാടേ സ്വീകരിക്കൂ എന്നത് ജനങ്ങളുടെ ബോധത്തിലേക്ക് കൊണ്ടുവരാനാണ്. ജനകീയമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ കൂടി ഭാഗമാണ്. ഇത്തരത്തിലുള്ള സെമിനാറുകൾക്ക് ആ ദൗത്യം നിർവഹിക്കാനാവും എന്നാശിച്ചുകൊണ്ട് കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.